ഇന്ന് മലയാള സിനിമാ ലോകം അതിന്റെ ഏറ്റവും പ്രിയങ്കരനും പ്രതിഭാശാലിയുമായ ഒരു താരത്തെ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ്. ദേശീയ പുരസ്കാര ജേതാവായ മലയാള നടൻ, ഹാസ്യതാരം, സംവിധായകൻ, തിരക്കഥാകൃത്ത് സലിം കുമാർ 56-ആം വയസ്സിൽ അന്തരിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം ജൂൺ 6 രാത്രി കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു. ശ്വാസതടസ്സവും മറ്റ് ആരോഗ്യപ്രശ്നങ്ങളും കാരണം നേരത്തെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗവാർത്ത സിനിമാ ലോകത്തെയും അദ്ദേഹത്തെ സ്നേഹിച്ച ലക്ഷക്കണക്കിന് ആരാധകരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. കേരളത്തിൽ ജനിച്ച സലിം കുമാർ മിമിക്രി കലാകാരനായാണ് തന്റെ കലാജീവിതം ആരംഭിച്ചത്. പിന്നീട് മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയവും ബഹുമാനിക്കപ്പെടുന്നതുമായ കലാകാരന്മാരിൽ ഒരാളായി അദ്ദേഹം വളർന്നു. അതുല്യമായ ഹാസ്യബോധവും വ്യത്യസ്തമായ അഭിനയശൈലിയും പ്രേക്ഷകരുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാനുള്ള കഴിവും അദ്ദേഹത്തെ ജനപ്രിയനാക്കി. നൂറുകണക്കിന് സിനിമകളിലൂടെ അദ്ദേഹം നിരവധി തലമുറകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. ഹാസ്യവേഷങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഗൗരവമേറിയ കഥാപാത്രങ്ങളിലൂടെയും അദ്ദേഹം തന്റെ അസാധാരണ അഭിനയപ്രതിഭ തെളിയിച്ചു. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായിരുന്നു ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് ലഭിച്ച ദേശീയ മികച്ച നടനുള്ള പുരസ്കാരം. ഈ അംഗീകാരം അദ്ദേഹത്തെ ഇന്ത്യൻ സിനിമയിലെ മികച്ച നടന്മാരുടെ നിരയിൽ എത്തിച്ചു. തന്റെ അഭിനയ ജീവിതത്തിലുടനീളം അദ്ദേഹം നിരവധി പുരസ്കാരങ്ങളും ബഹുമതികളും നേടി സിനിമാ ലോകത്തിന്റെ പ്രിയപ്പെട്ട വ്യക്തിത്വമായി തുടരുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മരണവാർത്ത പുറത്തുവന്നതോടെ സിനിമാതാരങ്ങൾ, സംവിധായകർ, രാഷ്ട്രീയ നേതാക്കൾ, ആരാധകർ തുടങ്ങി നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ അതുല്യമായ കലാപ്രതിഭയെയും വിനയത്തെയും സ്നേഹപൂർവമായ വ്യക്തിത്വത്തെയും അനുസ്മരിച്ചുകൊണ്ടാണ് പലരും സന്ദേശങ്ങൾ പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമയ്ക്ക് നികത്താനാവാത്ത നഷ്ടമാണ്. സലിം കുമാറിന്റെ ഇന്ത്യൻ സിനിമയ്ക്കുള്ള സംഭാവനകൾ ഒരിക്കലും മറക്കാനാവില്ല. അദ്ദേഹം ഇനി നമ്മോടൊപ്പമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും ചിരികളും അനശ്വരമായ അഭിനയ മുഹൂർത്തങ്ങളും എൻ.